ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. നമ്മളപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുപാട് സ്ഥലങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചു. ദാദർ നാഹർ ഹവേലി ആയിരുന്നു അവിടെ കഴിഞ്ഞത്. പിന്നെ നമുക്ക് അടുത്തത് പോകുന്നത് മഹാരാഷ്ട്രയാണ്. ദ വെസ്റ്റേൺ ഗാർഡ്സ് സെപ്പറേറ്റ് കൊങ്കൺ കോസ്റ്റ് ഫ്രം ദ ഡെക്കാൻ പ്ലാറ്റ്യൂ. അപ്പോൾ വെസ്റ്റേൺ ഗാർഡ്സ് എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ചെയ്യുന്നു. ഏതൊക്കെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നു? കൊങ്കൺ കോസ്റ്റിനെയും ഡെക്കാൻ പ്ലാറ്റ്യൂവിൽ നിന്നും വേർതിരിക്കുന്നു. അപ്പോൾ കൊങ്കൺ കോസ്റ്റിലാണ് മഹാരാഷ്ട്ര ഉള്ളത്. കൊങ്കൺ കോസ്റ്റ് ഈസ് സിറ്റുവേറ്റഡ് Maharashtra in the Konkan coast overlooking Arabian Sea. Arabian Sea അഭിമുഖമായിട്ട് ഏത് സ്ഥലമാണുള്ളത്? മഹാരാഷ്ട്രയാണുള്ളത്. മുംബൈ the capital is a very important port and industrial center. മുംബൈ ആണ് capital of മഹാരാഷ്ട്ര. ഏതാണ്? മുംബൈ ആണ്. It is very important port and industrial center. എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് പോർട്ടാണ്, തുറമുഖം. അതേപോലെ തന്നെ എന്താണ്? ഇൻഡസ്ട്രിയൽ സെന്റർ ആണ്. ഇൻഡസ്ട്രിയൽ സെന്റർ പറഞ്ഞാൽ എന്താണ്? വ്യവസായിക മേഖലയാണ്. വി ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് അബൌട്ട് മുംബൈ ഇൻ ദ തേർഡ് സ്റ്റാൻഡേർഡ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനെ കുറിച്ചൊക്കെ നന്നായി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. പെട്രോളിയം ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ബോംബെ ഹൈ. ഇനി പെട്രോളിയം ആണ് അവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഓഫ് ദ കോസ്റ്റ് ഓഫ് മുംബൈ ഫ്രം അണ്ടർ ദ സീബെഡ്. സീബെഡിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി തമാശ വിച്ച് ഈസ് എ മ്യൂസിക്കൽ ഡ്രാമ ഈസ് പോപ്പുലർ ഫോം ഓഫ് ആർട്ട്. ഇനി അവിടെയുള്ള പ്രധാനപ്പെട്ട ആർട്ട് ഫോം എന്താണെന്ന് പറഞ്ഞാൽ തമാശ. TAMASHA. തമാശയാണ് അതിലെ പ്രധാനപ്പെട്ട പോപ്പുലർ ഫോം ആർട്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഇതിലേക്ക് സ്റ്റൈൽ പോവാണ്. ഗോവ. ഗോവ ഈസ് എ ഫേമസ് ഫോർ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ലോങ് ബീച്ചസ്, ചർച്ചസ് ആൻഡ് കോക്കനട്ട് പാംസ്. അപ്പൊ നമ്മള് ഗോവ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? വലിയ ബീച്ചാണ് അല്ലേ? ഗോവ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? വലിയ ബീച്ചാണ്. നമ്മളെല്ലാവരും ഗോവയ്ക്ക് പോവാണ്. ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ പോകുന്ന സ്ഥലമാണ്. അവിടെ നിറയെ എന്താണ്? ബീച്ചാണുള്ളത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? വലിയ ബീച്ചാണ്, ലോങ് ബീച്ചാണ് അവിടെ ഉള്ളത്. പിന്നെ അവിടെ എന്തുണ്ട്? ചർച്ചസ് ഉണ്ട്. ചർച്ചസ് പറഞ്ഞാൽ പള്ളികളുണ്ട്. പിന്നെ എന്തുണ്ട്? കോക്കനട്ട് പാംസ്. കോക്കനട്ട് പാംസുകളുണ്ട്. ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് സ്റ്റേറ്റ്. നമ്മൾ പറയാം ഏറ്റവും കുഞ്ഞു സ്റ്റേറ്റ് ആണ് ഗോവ, ചെറിയ സ്റ്റേറ്റ്. മെനി റിവേഴ്സ് ഫ്ലോ ത്രൂ ദ സ്റ്റേറ്റ്. ഒരുപാട് റിവേഴ്സുകൾ അതിലൂടെ ഒഴുകുന്നു. റൈസ് ഈസ് ഗ്രോൺ ഇൻ പ്ലെന്റി. അവിടെ ഒരുപാട് ഉൽപ്പാദിപ്പിക്കുന്നത് ഏതാ? റൈസ് ആണ്. ഫിഷിംഗ് ഈസ് അനദർ ഓക്യുപ്പേഷൻ. അപ്പൊ ഫിഷിംഗ് ആണ് അവരുടെ പിന്നെയുള്ള അവരുടെ ജീവിതം, പ്രധാന തൊഴിൽ എന്ന് പറഞ്ഞാൽ ഫിഷിംഗ് ആണ്. ഇനി പനജി ഈസ് ദ ക്യാപിറ്റൽ. പനജി ആണ് ഗോവയുടെ ക്യാപിറ്റൽ. ക്യാപിറ്റൽ ഓഫ് ഗോവ ഏതാണ്? പനജി. ഗോവ ഇൻവൈറ്റ്സ് thousands of tourists every year. ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ എവിടേക്ക് പോവാറുണ്ട്? ഗോവയിലേക്ക് പോവാറുണ്ട്. പീപ്പിൾ ആർ ഫൺ ലുക്കിംഗ്. അവിടെ എന്താണ്? ഒരുപാട് എന്താണ്? ആഘോഷിക്കാൻ വരുന്നവരാണ്. എവിടേക്ക് പോകുന്നവര്? ഗോവയിലേക്ക് പോകുന്നവർ. മാൻറ്റോ ഈസ് ദ ഫേമസ് ഫോക്ക് ഡാൻസ്. ഫോക്ക് ഡാൻസ് മാൻറ്റോ ആണ്. MANTO. മാൻറ്റോ ആണ് ഫേമസ് ഫോക്ക് ഡാൻസ്, നാടോടി നൃത്തം എന്നുള്ളത്. ഇനി കൊങ്കണി ആൻഡ് മറാത്തി ആർ സ്പോക്കൺ ബൈ ദ പീപ്പിൾ. അവരുടെ ഭാഷ എന്ന് പറഞ്ഞാൽ കൊങ്കണി ഭാഷയും അതേമാതിരി തന്നെ മറാത്തി ഭാഷയാണ് പ്രധാന ലാംഗ്വേജ്. അപ്പൊ ഗോവയിലുള്ള പ്രധാനപ്പെട്ട ലാംഗ്വേജ് സംസാരിക്കുന്ന ഭാഷ ഏതാണ്? മറാത്തി ആൻഡ് കൊങ്കണി. അടുത്ത നോക്കൂ, കർണാടക. കർണാടക അത് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു, നമ്മുടെ അടുത്ത സ്ഥലം തന്നെയാണ് കർണാടക. The coastal plains in Karnataka spread of the Konkan coast and the Malabar coast. അപ്പോൾ എന്താണ് കോസ്റ്റൽ പ്ലെയിൻസ് ഇൻ കർണാടക? കർണാടക എവിടെ മുതൽ എവിടം വരെയാണ്? കൊങ്കൺ കോസ്റ്റ് ആൻഡ് മലബാർ കോസ്റ്റ്. രണ്ട് കോസ്റ്റിലും വ്യാപിച്ചിരിക്കുന്നു. ദിസ് ലാൻഡ് ഈസ് കവേർഡ് വിത്ത് തിക്ക് ഫോറസ്റ്റ്. അപ്പൊ കർണാടകയിൽ ഒരുപാട് തിക്ക് ഫോറസ്റ്റ് ആണ് ഉള്ളത്. ഒരു വന്യ കാടുകളാണ് അവിടെ ഉള്ളത്. കോക്കനട്ട് ആൻഡ് സ്പൈസസ് ആർ ഗ്രോൺ ഇൻ പ്ലെന്റി. അവിടെ എന്താണ്? ഒരുപാട് ഏതാണുള്ളത് എന്ന് പറഞ്ഞാൽ കോക്കനറ്റും സ്പൈസസ്. മനസ്സിലായോ? കോക്കനറ്റും ഉണ്ട്, സ്പൈസസ് സുഗന്ധ ആയിട്ടുള്ള ചെടികളും അവിടെ ഉണ്ട്. ഗ്രോൺ ഇൻ പ്ലെന്റി. മാംഗ്ലൂർ ഈസ് ആൻ ഇമ്പോർട്ടന്റ് സീ പോർട്ട്. അവിടെയുള്ള പ്രധാന തുറമുഖം എന്ന് പറയുന്നത് മാംഗ്ലൂർ. അതാണ് പ്രധാനപ്പെട്ടത്, ഇമ്പോർട്ടന്റ് സീ പോർട്ട്. പീപ്പിൾ സ്പീക്ക് കന്നഡ. കർണാടക എന്ന് പറഞ്ഞാൽ തന്നെ അവരുടെ ഭാഷ എന്തായിരിക്കും? കന്നഡയാണ്. വുമൺ വിയർ സാരീസ് ആൻഡ് മെൻ ധോത്തി.
അപ്പോൾ അവിടെയുള്ള സ്ത്രീകൾ സാരിയാണ് ഉടുക്കുന്നത്, ധോത്തിയാണ് men wear ചെയ്യുന്നത്. ഇനി യക്ഷഗാന ഈസ് എ ക്ലാസിക്കൽ ഡാൻസ് ഫോം ഓഫ് ദി സ്റ്റേറ്റ്. യക്ഷഗാനയാണ് അവരുടെ ക്ലാസിക്കൽ ഡാൻസ് ഫോം. കർണാട്ടിക് മ്യൂസിക് ഈസ് ഓൾസോ പോപ്പുലർ ഹിയർ. കർണാട്ടിക് മ്യൂസിക്, കർണാടക എന്ന് പറയുമ്പോൾ അവിടെ തന്നെ കർണാട്ടിക് മ്യൂസിക് ആണ്, അവിടെ ഭാഷ കന്നഡയാണ്, അവരുടെ ക്ലാസിക്കൽ ഡാൻസ് പറയുന്നത് യക്ഷഗാനയാണ്. അടുത്ത നോക്കൂ, ഇനി നമ്മുടെ രാജ്യമായിട്ടുള്ള കേരളോട്ട് വരാൻ. കേരള. കേരളത്തിന് നമുക്ക് വേറൊരു പേരുണ്ടല്ലേ, നമ്മൾ ചില അവിടെയൊക്കെ പറയുന്നത് ഒരുപാട് കേട്ടിട്ടുണ്ടല്ലേ. മറ്റുള്ളവർ എന്താണ് പറയുന്നത് കേരളത്തെ കുറിച്ച്? ഗോഡ്സ് ഓൺ കൺട്രി അല്ലെ, ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ സ്വന്തം രാജ്യമാണ് കേരള. ഈസ് ഓൺ ദ മലബാർ കോസ്റ്റ്. നമ്മളിപ്പോ എവിടെയാ ഉള്ളത്? മലബാർ കോസ്റ്റിലാണ് ഉള്ളത്. This is a beautiful green land full of paddy field and coconut palms. അത് പറയാൻ പറഞ്ഞാൽ നമ്മൾ കേരളമായതുകൊണ്ട് തന്നെ കേരളത്തിൽ കൂടുതലായിട്ട് പച്ചപ്പായിട്ടുള്ള മനോഹരമായ അതിമനോഹരമായ പച്ചപ്പുള്ള സ്ഥലങ്ങളാണ് കാണുന്നത്. അതുപോലെ തന്നെ കോക്കനട്ട് പാംസ് ആണ്, ഒരുപാട് കേരവൃക്ഷം, തെങ്ങുകളുടെ നാടാണ് കേരളം എന്ന് പറയാറുണ്ട് അല്ലെ. തിരുവനന്തപുരം ഈസ് ദ ക്യാപിറ്റൽ. ക്യാപിറ്റൽ ഏതാ? ക്യാപിറ്റൽ ഓഫ് കേരള തിരുവനന്തപുരം. കൊയർ ഇൻഡസ്ട്രി ഓഫ് കേരള ഈസ് ഫേമസ്. അപ്പൊ കേരളം നമ്മൾ ഈ തേങ്ങയിൽ നിന്നും ചകിരി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ചകിരി ആയതുകൊണ്ട് തന്നെ അവിടെ ഫേമസ് ആയിട്ടുള്ള അത് ഏതാണെന്ന് പറഞ്ഞാൽ കൊയർ ആണ്. കയർ, മനസ്സിലായോ? കയർ ഇൻഡസ്ട്രി ആണ് ഫേമസ് ആയിട്ടുള്ളത്. കൊയർ പ്രൊഡക്ട്സ് ലൈക്ക് മാറ്റ്സ്, റോപ്സ്, കാർപ്പറ്റ് ആൻഡ് മാട്രസ് ആർ മാനുഫാക്ചർഡ് ഹിയർ. ഇനി നമ്മൾ അവിടെ എന്തൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നു? കൊയർ പ്രൊഡക്ട്സ് ലൈക്ക് മാറ്റ്സ്, ഒരുപാട് ചവിട്ടികള്, കാർപ്പറ്റ്സുകള്, പിന്നെ എന്താണ് മാട്രസുകള്, മനസ്സിലായി, പുതപ്പുകൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ഉൽപ്പാദിപ്പിക്കുന്നു. കാഷ് ക്രോപ്സ് ലൈക്ക് കാഷ്യൂ നട്ട്സ്, പെപ്പർ, സ്പൈസസ് ആർ ഗ്രോൺ ഇൻ പ്ലന്റി. മനസ്സിലായി? കാഷ് ക്രോപ്സ് ആയിട്ടുള്ള ഏതൊക്കെയാണ്? കാഷ്യൂ നട്ട്. കാഷ്യൂ നട്ട് പറഞ്ഞാൽ അറിയാലോ അല്ലേ? നട്ട്. അതേമാതിരി തന്നെ പെപ്പർ പറഞ്ഞാൽ കുരുമുളക്, പിന്നെ എന്താണ്? ആൻഡ് സ്പൈസസ് ആർ ഗ്രോൺ ഇൻ പ്ലന്റി. ഇതൊക്കെയാണ് ഇവിടെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. റബ്ബർ, ടീ, കോഫി പ്ലാന്റേഷൻ ആർ ഓൾസോ സീൻ ഇൻ ഹില്ലി ഏരിയാസ്. ഇനി റബ്ബറും ടീയും കോഫിയാണ് അവിടെ കാണുന്നത്. എസ്റ്റേറ്റ്സുകൾ ഏതൊക്കെയാണ്? റബ്ബർ, ടീ ആൻഡ് കോഫി. ഫിഷിംഗ് ഈസ് അനദർ ഇമ്പോർട്ടന്റ് ഓക്യുപ്പേഷൻ. ഇനി അവരുടെ പ്രധാന തൊഴിൽ എന്ന് പറയുന്നത് ഫിഷിംഗ് ആണ്. അപ്പൊ നമ്മുടെ ഫിഷിംഗ് ആണ് അനദർ ഇമ്പോർട്ടന്റ് ഓക്യുപ്പേഷൻ. പീപ്പിൾ സ്പീക്ക് മലയാളം. അപ്പൊ ഇവിടെ സംസാരിക്കുന്ന ഭാഷ എന്താണ്? മലയാളമാണ്. ദ ട്രഡീഷണൽ ഡ്രസ് ഈസ് സെറ്റുമുണ്ട് ഫോർ വുമൻ ആൻഡ് ധോത്തി ആൻഡ് ഷർട്ട് ഫോർ മെൻ. സെറ്റുമുണ്ടാണ് എല്ലാ സ്ത്രീകളും അണിയുന്നത്. ആൻഡ് ധോത്തി ആൻഡ് ഷർട്ട് ഫോർ മെൻ, മുണ്ടും ഷർട്ടും ആണ് പുരുഷന്മാരുടെ വേഷം. മോസ്റ്റ് പീപ്പിൾ ഇൻ കേരള ആർ എഡ്യൂക്കേറ്റഡ്. എന്താണ്? കേരളത്തിലെ അധികം പേരും ആരാണ്? വിദ്യാസമ്പന്നരാണ്. ഓണം, ക്രിസ്മസ്, ഈസ്റ്റർ, ബക്രീദ് ആർ സെലിബ്രേറ്റഡ്. നമ്മളിപ്പോ എന്തൊക്കെയാണ് ആഘോഷിക്കുന്നത്? ഓണം, ക്രിസ്മസ്, ഈസ്റ്റർ, ബക്രീദ് ആർ സെലിബ്രേറ്റഡ്. കഥകളി, മോഹിനിയാട്ടം, ഓട്ടം തുള്ളൽ ആർ ഡാൻസ് ഫോംസ്. അപ്പൊ കഥകളിയും മോഹിനിയാട്ടനും ഓട്ടം തുള്ളലുമാണ് പ്രധാനപ്പെട്ട ഡാൻസ് ഫോം. ബോട്ട് റേസ് ഓഫ് കേരള ആർ ഓൾസോ വെൽ നോൺ. ഇനി കേരളത്തിലെ ബോട്ട് റേസ് പ്രസിദ്ധമായിട്ടുള്ളതാണ്. ഏത്? ബോട്ട് റേസ്. ബോട്ട് റേസ് പറഞ്ഞാൽ എന്താണ്? വള്ളംകളി. അടുത്ത നോക്കൂ, ലക്ഷദ്വീപ് ഐലൻഡ്. ഐലൻഡ് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ 3rd സ്റ്റാൻഡേർഡിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ഐലൻഡ് പറഞ്ഞാൽ എന്താണ്? ദ്വീപ്. ദ്വീപ് പറഞ്ഞാൽ എന്താണ്? എന്താണ്? നമ്മുടെ ഒരു സ്ഥലം എല്ലാ ഭാഗങ്ങളിൽ വെള്ളം കൊണ്ട് ചുറ്റപ്പെട്ടതാണ്, അതാണ് ദ്വീപ്. ദ്വീപിന്റെ അല്ല, വെള്ളത്തിന്റെ നടുക്കുള്ള സ്ഥലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദ്വീപ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലക്ഷദ്വീപ് നോക്കൂ. ദിസ് സ്മാൾ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ് ഈസ് ഇൻ ദ അറേബ്യൻ സീ ഓഫ് ദ മലബാർ കോസ്റ്റ്. ഇതൊരു ചെറിയൊരു ദ്വീപാണ്. അപ്പൊ വലിയ ദ്വീപ് ഏതാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചത് ആൻഡമാൻ നിക്കോബാർ. അപ്പൊ ഇത് ചെറിയ ദ്വീപാണ് ലക്ഷദ്വീപ്. അത് തന്നെ മലബാർ കോസ്റ്റിലാണുള്ളത്. ഇറ്റ് ഈസ് എ യൂണിയൻ ടെറിട്ടറി. ഇതും ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. കവരത്തി ഈസ് ദ ക്യാപിറ്റൽ. കവരത്തിയാണ് ലക്ഷദ്വീപിന്റെ തലസ്ഥാനം. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ സ്പീക്ക് മലയാളം. ലക്ഷദ്വീപിലെ ഭാഷ എന്താണ്? മലയാളം.
ദിസ് ഈസ് വെരി ഫേമസ് ടൂറിസ്റ്റ് സ്പോട്ട്. എല്ലാവർക്കും എന്താണ് അവിടെയൊക്കെ ടൂർ പോകാനുള്ള ഏറ്റവും നല്ല ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ്. ഫിഷിംഗ് ഈസ് മെയിൻ ഓക്യുപ്പേഷൻ. ദ്വീപ് പറഞ്ഞാൽ തന്നെ എന്താണ്, അവിടെ മഴ മുഴുവൻ വെള്ളമായിരിക്കും അല്ലെ. അപ്പൊ അവരുടെ പ്രധാന തൊഴിലും എന്തൊക്കെയാണ്? ഫിഷിംഗ് ആണ്. ബനാന, ജാക്ക് ഫ്രൂട്ട് ആൻഡ് കോക്കനട്ട് ആർ ഓൾസോ ഗ്രോൺ. അപ്പൊ ബനാനയും ജാക്ക് ഫ്രൂട്ടും കോക്കനട്ടും ആണ് അവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മൾക്ക് പഠിക്കാവുന്ന സ്ഥലങ്ങൾ.